ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് തിരക്കുകളിലായിപ്പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് കല്ലൊക്കെ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ വലിയ കല്ല് കാണുന്നത് എൻ്റെ മോൾക്ക് മരുന്നൊക്കെ അരച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തേനും വയമ്പൊക്കെ അരച്ച് കൊടുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് മേടിച്ച കല്ലാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വൈറ്റ് ബേസ് കോട്ട് ഞാൻ അടിച്ച് വെക്കുന്നുണ്ട്. അക്രലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അത് ഉണങ്ങട്ടെ. അതിന് മുൻപായിട്ട് നമുക്ക് വേറൊരു കുഞ്ഞു പെയിൻറ്റിങ് ചെയ്തിട്ട് വരാം. ഇത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ടെറാക്കോട്ട കളറാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മുകളിലായിട്ട് ഞാനൊരു വൈറ്റ് കളർ കൊണ്ട് ചെറിയൊരു സംഭവം വരച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സ്കള്ളും അതുപോലെ കുറച്ച് ബോൺസിൻ്റെ ഒക്കെ ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും ഞാൻ എന്താ ചെയ്യാൻ പോണേന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ബോൺ ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ചു കൊടുക്കാം. ബോണിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത് വരച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഐസും അതുപോലെ നോസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്കള്ളും അതുപോലെ ആ ബോൺസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കുറേ പേർക്കൊക്കെ പിടികിട്ടി കാണുമല്ലേ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ സസ്പെൻസ് പൊളിക്കാൻ പോവാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പൈറേറ്റിൻ്റെ ഫേസ് ആണ് കേട്ടോ. പൈറേറ്റ്സ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഫേസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പെയിൻറ്റിങ് വർക്കാണ്. അപ്പോൾ ഫേസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു സ്മൈൽ ചെയ്ത് നിൽക്കുന്ന ഒരു പൈറേറ്റിൻ്റെ ഫേസാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ പൈറേറ്റ്സിൻ്റെയൊക്കെ ഒരു കണ്ണ് എപ്പോഴും അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് അവരുടെ ഒരു എന്താ പറയുക റൂഡ്നെസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൈഡിൽ ഈ റൗഡികളുടെയൊക്കെ പോലെ കണ്ണിന് സൈഡിലായിട്ടൊരു കവറിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വരച്ചെടുത്തു. ഇനി നമ്മൾ ഫേസിൻ്റെ ആ ഒരു മൗത്ത് ചെയ്യാനായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് കൊടുക്കുകയാണ്. ഒരു ചെറിയ പോർഷൻ ഞാൻ അവിടെ വിട്ട് വെച്ചേക്കുന്നത് പല്ലിന് കൊടുക്കാനായിട്ടാണ് കേട്ടോ. പല്ലിൻ്റെ കളർ കൊടുക്കാനായിട്ടാണ്. അപ്പം ഇനി പല്ല് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് വൈറ്റ് കളർ കൊടുക്കാനുണ്ട്. ആ പോർഷൻസൊക്കെ വിട്ടിട്ടാണ് ഞാൻ ബ്ലാക്ക് കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് കൊടുക്കുവാണ്. കണ്ണിനായിട്ട് വൈറ്റ് കളർ കൊടുത്തു. അപ്പോൾ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു പൈറേറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രസമായിട്ട് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് ആ ഒരു ടങ് പോർഷൻ വരുന്ന ഭാഗത്ത് റെഡ് കളർ കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ സ്പോട്ട്സ് ഇട്ട് കൊടുക്കാം. അതായത് മുഖത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ആ താടിയുടെ ഭാഗമൊക്കെ വരുന്ന പോലെ നമുക്കിങ്ങനെ സ്പോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈറേറ്റിൻ്റെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു സ്റ്റോൺ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റോൺ ആർട്ടിലേക്കും കൂടി കടന്നു പോകാൻ നോക്കാം. നമ്മളിവിടെ 3 സ്റ്റോൺ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി. പൈറേറ്റ് ഫേസ് ആണ്. അടുത്തത് എന്താ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തൊരു സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈസി ആയിട്ട് എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2 പെയിൻറ്റിങ് കാണിക്കുന്നത്. ഇനി ഒരെണ്ണം ചെയ്യാൻ പോയി ലാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ലൊരു സീനറി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് വലിയ ആൾക്കാർക്ക് അത് ചെയ്യാൻ ആയിരിക്കും എളുപ്പം ഉണ്ടാവുക. കൊച്ചു കൂട്ടുകാരൻ ട്രൈ ചെയ്ത് നോക്കണതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിങ് കൂടിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വല്ല പിടിയും കിട്ടിയോ എല്ലാവർക്കും? എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് കളറ് ചെയ്യേണ്ട പോർഷൻസിലെല്ലാം ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ ഇതെന്താ ചെയ്യുന്നതെന്ന്. അതെ, പെൻഗ്വിനാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൻഗ്വിനെ നമുക്ക് ഇവിടെ വരച്ചെടുക്കുകയാണ് സ്റ്റോണിൽ. അപ്പോൾ വൈറ്റ് പോർഷൻ കൊടുക്കേണ്ട ഏരിയയിലൊക്കെ നമ്മൾ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൊടുത്തെടുക്കുകയാണ്. ഒരു എന്താ പറയുക ഒരു ഹാർട്ട് ഷേപ്പ് പിടിച്ച് നിൽക്കുന്ന ഒരു പെൻഗ്വിൻ്റെ ഷേപ്പാണ് നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കയ്യിലൊരു ഹാർട്ട് ഷേപ്പൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് കൊടുക്കുന്ന പോർഷൻസിലൊക്കെ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പെയിൻ്റ് ഒന്നും ഇതിന് ആവശ്യം വരില്ല. നമുക്ക് കുറച്ച് പെയിൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്റ്റോൺ ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതേ റെഡ് കളർ ഹാർട്ട് ഷേപ്പിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നല്ല ചന്തമായിട്ട് നമ്മൾ എപ്പോഴും ഷെയ്ഡിങ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് ഓരോ പിക്ചറിൻ്റെയും ഭംഗി കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മൾ ചെറുതായിട്ടുള്ള വർക്കുകളാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആ ഒരു ഷെയ്ഡിങ്ങും അതുപോലെ ആ ഒരു പെയിൻറ്റിങ് വർക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ പുറത്തേക്കൊക്കെ പോവാതെയും അതുപോലെ നല്ല കറക്റ്റ് ലിമിറ്റേഷൻസിൽ നിർത്തിക്കൊണ്ട് തന്നെ പെയിൻറ്റിങ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പെൻഗ്വിൻ്റെ കാല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫേസും കൂടി ചെയ്താൽ നമ്മുടെ പെൻഗ്വിൻ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ആ കൊക്കിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ടെറോക്കോട്ട കളറാണ് കൊടുക്കുന്നത്. കാലിൻ്റെ ഭാഗവും കൊക്കിൻ്റെ ഭാഗവും ഒക്കെ ആ ഒരു കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഈ ടെറോക്കോട്ട കളർ എന്ന് പറയുന്നത്. ഡാർക്ക് ഓറഞ്ച് അല്ല, ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. അപ്പോൾ അതേ നമ്മൾ ആ കൊക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കളർ കൊടുത്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലാകെ ബാക്കിയുള്ളത് കണ്ണ് വരയ്ക്കാനാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള നല്ല 2 ഐസ് വരച്ച് കൊടുക്കാം. ഒരു കുഞ്ഞ് 2 പീലിയൊക്കെ വെച്ച് നല്ല ചന്തമുള്ള 2 കണ്ണ് വരച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെൻഗ്വിനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് വലിയവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സീനറിയാണ്. ഞാൻ ആദ്യം എടുക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റും അതുപോലെ പിങ്ക് കിട്ടാനായിട്ട് എന്താ പറയുക ഡാർക്ക് പിങ്കിൻ്റെ കൂടെ വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്തിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്കാർലറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മോവേ കളറും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലെൻഡിങ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ മോൾ പോർഷനിൽ തന്നെ തുടങ്ങുകയാണ്. ഒന്ന് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേഘങ്ങൾ വരച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളറാണ് ഇവിടെ എടുത്തേക്കുന്നത്. വൈറ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള പിങ്ക് കളർ വെച്ചിട്ടാണ് മേഘങ്ങൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എല്ലാ കളേഴ്സും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. മേഘങ്ങളുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കുറേ വീഡിയോസിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതേ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് പോവാണ് കേട്ടോ. ഇത് ചെറിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പെയിൻറ്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു മേഘങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ആ ഒരു മേഘങ്ങൾക്കൊരു കുറച്ചും കൂടി ഭംഗി കിട്ടും നമ്മൾ ആ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഷിൽ ഔട്ട് ഇമേജ് പോലെ കൊടുക്കുകയാണ്. ഇതൊരു നൈറ്റ് വ്യൂ പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിൽ ഔട്ട് കൊടുക്കാനായിട്ട് ബ്ലാക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെറുതെ ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കില്ലേ, നമ്മൾ സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് കളർ വെച്ചിട്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ നല്ലൊരു ഫാമിലിയെ കൂടെ വരച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ശരിയാവുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രീയും കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ട്രീ ഒക്കെ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ചെറിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ട്രീ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ലൈൻ ബ്രഷ് കൊണ്ട് നമ്മൾ ട്രീയുടെ ട്രങ്ക്സ് ഒക്കെ വരച്ചെടുത്തു. ഇനി നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ വരച്ച ശേഷം ഇവിടെ ഞാൻ ഒരു ഫാമിലിയെ വരച്ചെടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ്, ഒരു അച്ഛനെയും ഒരു അമ്മയും വരച്ചെടുക്കുകയാണ്. അച്ഛനും അമ്മയും ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന പോലെയുള്ളൊരു പിക്ചറാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വരച്ചു. ഇനി നമ്മൾ ആ മരത്തിൻ്റെ മുകൾ വശം ചെയ്യാനായിട്ട് നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലാക്ക് കളറ്. കണ്ടോ? അപ്പോൾ നമുക്കിത് നല്ലൊരു സീനറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫാമിലി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോൺ ആർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ മറക്കണ്ട. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ തന്നെ നോക്കിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ഒത്തിരി നന്ദിയും പറയുന്നു.